Hey guys, it's me Akhila and welcome back to my YouTube channel. അങ്ങനെ പുതിയൊരു എക്സൈറ്റിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ നമ്മളൊരു ട്രിപ്പുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ്റെ ക്രിസ്മസ് ടൈമിലുള്ള വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ടേ നമ്മൾ ട്രിപ്പിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഊട്ടി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കറന്റ് ഇപ്പൊ അവിടെയോട്ട് അവിടുത്തെ എൻട്രി ഒക്കെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുകയാണെന്ന് ജസ്റ്റ് ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് കറന്റ്ലി വയനാട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് പ്ലാൻ ചെയ്യാം എവിടെയാണ് നെക്സ്റ്റ് പോകാൻ വേണ്ടിയിട്ട് പോകാനുള്ളതെന്ന്. അപ്പൊ നമ്മുടെ ജമ്പനും തുമ്പനും ഒക്കെ റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ട്രിപ്പ് മോഡ് ഇവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓൺ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ എത്ര ദിവസം എടുക്കും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്നൊന്നും കറന്റ് നമ്മളിപ്പോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എല്ലാം പോകുന്ന വഴി പ്ലാൻ ചെയ്യാവുന്നതാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ വെക്കേഷൻ ട്രിപ്പ് അടിപൊളിയാക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പൊ കുട്ടികളെ ആരും പേടിക്കണ്ട, നമ്മൾ വയനാട് എത്തിയിട്ടില്ല. ഇന്നലെ ഒരു 3-3.5 മണിക്കൂർ നമ്മൾ നല്ല അടിപൊളി ബ്ലോക്കിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും എറണാകുളം ടു തൃശ്ശൂർ വരുന്ന റൂട്ടിൽ കേട്ടോ. അപ്പൊ നമുക്ക് രാത്രി ഏകദേശം ഒരു 11:30 ആയിട്ട് നമ്മൾ കോഴിക്കോടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വയനാട് ചുരം കയറാൻ വേണ്ടിയിട്ട് നമുക്ക് രാത്രി ആയതുകൊണ്ട് കുറച്ച് റിസ്ക്കിയാണ്. അതുകൊണ്ട് കോഴിക്കോട് തന്നെ നമ്മൾ ഇവിടെ ഒരു ഹാഫ് മൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് റൂം. അങ്ങനെ ഇവിടുന്ന് രാവിലെ സെറ്റായി. ഇപ്പൊ ഞങ്ങൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാശിക്കോട്ടനാണ് ഫസ്റ്റ് റെഡി ആയതേ. അപ്പോൾ ബീച്ചിലും കൂടെ ഒന്ന് കയറി എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മുടെ കാശിക്കോട്ടെ ബീച്ചൊക്കെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നേരെ പോകാം കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ കോഴിക്കോട് ബീച്ചിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാശിക്കോട് പപ്പാച്ചിയൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നിൽക്കുകയാണേ. രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ബീച്ചിലെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ വയനാടിനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചുരം കയറാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ത്രില്ലിലായിരുന്നു. പക്ഷെ അത്ര രസമില്ലായിരുന്നു ഗൈസ്. ലൈൻ കണ്ടോ, അത്രയും മുകളിലാണ് കേട്ടോ നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ അന്യായ തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു. എഴഞ്ഞ് എങ്ങനെയാണ് അതിന് മുകളിലെത്തിയെന്ന് പോലും ആക്ച്വലി നമുക്കറിയത്തില്ല കേട്ടോ. അത്ര തിരക്കായിരുന്നു. ആ ഒരു ചുരം കയറുന്നതിൻ്റെ ആ ഒരു ത്രില്ലങ്ങ് പോയി ഗൈസ്, സത്യം പറയാമല്ലോ. പിന്നെ ഏറ്റവും മുകളിൽ വന്നപ്പോൾ ഈ മങ്കീസിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാശികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സംഭവത്തിനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ബ്ലോക്ക് കണ്ടില്ലേ, ബ്ലോക്കിന് കാരണം വേറൊന്നുമല്ല, സീസൺ ടൈമാണ് ഗൈസ്. എല്ലാവരും ടൂറിസ്റ്റ് പ്ലേസസിലോട്ട്, അതായത് വയനാട്, ഊട്ടി, മൂന്നാർ ആ കൈൻഡ് ഓഫ് പ്ലേസസിലോട്ട് വെച്ച് പിടിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ വെക്കേഷൻ ടൈം എന്ന് പറയുന്നത്. അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പർ വയനാട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഗൈസ് നല്ല 8ന്റെ പണി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് വയനാട് എത്തിയ ഞങ്ങൾക്ക് രാത്രി 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റേ സെറ്റ് ആയപ്പോ. അപ്പൊ ഗൈസ് കുറച്ചധികം നേരത്തെ, അതായത് ഒരു 3-4-5 മണിക്കൂറത്തെ ഫൈൻഡിങ്ങിന് ശേഷം നമ്മൾ ഇപ്പൊ റിസോർട്ട് ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിളിച്ച റിസോർട്ടിലൊന്നും പൂൾ അവൈലബിൾ അല്ല. ഇവൻ നമുക്ക് റൂം പോലും അവൈലബിൾ അല്ല. പക്ഷേ ഒരു ഹിഡൻ സ്പോട്ടിൽ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഇപ്പൊ കാണിച്ചു നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല. രാവിലെ മോർണിംഗ് വ്യൂ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അയ്യോ സൗണ്ട് ഒക്കെ പോയി. അപ്പൊ നമ്മുടെ വയനാട് വന്നിട്ടുള്ള ഫസ്റ്റ് മോർണിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് തൊട്ടാണ് നമ്മളുടെ ട്രിപ്പ് അഥവാ നമ്മളുടെ വ്യൂസ് കാണൽ എന്ന് പറയുന്ന പ്രോസസ്സ് കറക്റ്റായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ ഇന്നലെ രാത്രി റിസോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ രാത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി നമുക്ക് ഇവിടുത്തെ വ്യൂസ് ഒന്നും കാണാൻ വേണ്ടിയിട്ട് വരത്തില്ല, മോർണിംഗ് ഞാൻ കാണിച്ചു തരാന്നേ. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ റൂമിൽ നിന്ന് പുറത്തോട്ടുള്ള വ്യൂ കണ്ടിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബാ, ഇതാ കണ്ടില്ലേ, ഫുൾ കോടയാണ് കേട്ടോ. ഇതൊന്നുമല്ല, കുറച്ചും കൂടെ നേരത്തെ, അതായത് കുറച്ചും കൂടെ രാവിലെ ഇറങ്ങിയപ്പോൾ ഉള്ള ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഫുൾ കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. ഫുള്ള് നമ്മുടെ ഈ ഒരു ബാൽക്കണി പോർഷൻ വരെ കോടയായിരുന്നു കേട്ടോ. ഇതാണ് ഗൈസ് നമ്മളുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പുറത്ത് പൂളാണ് കേട്ടോ. ഇതാണ് പൂള്. അപ്പൊ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മോർണിംഗ് ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇത് കണ്ടോടെ നമുക്ക് താഴോട്ട് ഇറങ്ങാം. താഴോട്ട് കുറേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. പോയിട്ട് അല്ലേ. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഞാനാണെങ്കിൽ അകത്തൊരു ഡ്രസ്സ് പുറത്തൊരു ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പിടിച്ചു നിൽക്കുന്നത്. ഭയങ്കര തണുപ്പാ. അയ്യോ കണ്ട. ഹലോ,
ഉണ്ണിമാവ് ഇരുന്നായിരുന്നു. തണുപ്പുണ്ടോ? എനിക്ക് ജാക്കറ്റ് ഇട്ടിട്ടാണെന്ന് കുറെ അറിയാത്ത കാശ് കൂടെ എന്തല്ല അവിടെ ഒരു ഊഞ്ഞാലിരുന്നാണ് കേട്ടോ. ഇതാണ് ഗൈസ് നമ്മളുടെ കോട വ്യൂ എന്ന് പറയുന്നത്. അയ്യാ ഭയങ്കര തണുപ്പാട്ടോ. ഞാൻ നടത്തതല്ലട്ടാ, ഞാൻ ഊഞ്ഞാലടിപ്പേ. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഈ തണുപ്പത്തിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട്. പക്ഷെ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ശക്തമായിരിക്കണം ഗൈസ്, അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത് കുറച്ച് ചത്തുപോകും. പിന്നെ നമ്മളെ അവിടെ അടുത്ത എക്സൈറ്റഡ് ആക്കിയ ഒരു അതിഥിയാണ് കേട്ടോ നമ്മുടെ ഈ പൂച്ചക്കുട്ടി എന്ന് പറയുന്നത്. നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാശുകൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പൂളിൽ ഇറങ്ങി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ദേഹമെല്ലാം തന്നെ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ചവിട്ടി നിർത്തിയേക്കുന്നത്. നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഈ നിരത്തി വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇഡ്ഡലി, ദോശ, ചമ്മന്തി, സാമ്പാർ അങ്ങനെ ഒരു കോംബോയും പിന്നെ പത്തിരി, വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെ ഒരു കോംബോയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആദ്യം ഇഡ്ഡലി സാമ്പാർ ആ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതൊന്നും കാശിക്കൊണ്ട് ബാധകമല്ല. പുള്ളിക്കാരൻ ആസ് യൂഷ്വൽ പഞ്ചസാര കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. ഞാൻ ആദ്യം ഇഡ്ഡലി സാമ്പാറുമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്, പിന്നെ പത്തിരിയും വെജിറ്റബിൾ സ്റ്റൂ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി ഇഡ്ഡലി സാമ്പാറിനെ കാട്ടിലും പത്തിരിയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മുടെ കാശിക്കൊണ്ട് മെയിൻ മോട്ടീവായ സ്വിമ്മിംഗ് സെക്ഷനിലേക്കാണ് ഗൈസ് നമ്മൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ ടൈമിലെ സ്വിമ്മിംഗ് സൂട്ടൊക്കെ കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടാണ് കേട്ടോ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തിനാണെന്നുള്ള ഞാൻ അധികം പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഗൈസ്. പിന്നെ അവിടുത്തെ ആ ഒരു വ്യൂ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു കോടയൊക്കെ മാറിക്കഴിയുമ്പോൾ വേറൊരു തരത്തിലുള്ള വ്യൂ ആണ് ഗൈസ്. അത് ഭയങ്കര രസമാണ് കേട്ടോ. ആ ഒരു പൂളിന്റെ ആ ഒരു സൈഡിൽ നിന്ന് ആ വ്യൂ രസിച്ച് അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നൈറ്റ് ഇവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈവനിങ്ങിൽ കുറച്ച് ലേറ്റായിട്ട് വന്നുകൊണ്ട് അതിൻ്റെ ആ ഒരു പരിപാടിയിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഔട്ട്ഡോർ ഏരിയ ഉണ്ടല്ലോ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു സ്പൈസസ് ഐറ്റംസ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട് ഇത് കാപ്പിക്കുരുവാണ് കേട്ടോ. ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം കാണുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അറ്റ് ഫൈനലി കുറച്ച് നേരം കൂടെ പുറത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാശിക്കൊണ്ടാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു കേട്ടോ. എസ്പെഷ്യലി ഈ ഒരു ചേട്ടനാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. അടിപൊളി കസ്റ്റമർ സർവീസ് ആയിരുന്നു കേട്ടോ. ഈ ചേട്ടൻ മാത്രമല്ല ഓൾ ടീം മെമ്പേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് വെക്കേഷനും ഇങ്ങോട്ട് തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ കാശിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പോൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അമേസിങ് റിസോർട്ടാണ് കേട്ടോ. ഗ്രീൻ ഗാർഡൻ എന്നാണ് റിസോർട്ടിൻ്റെ പേര് വരുന്നത്. നമ്മുടെ വയനാട് മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങോട്ട്. അപ്പോൾ വെക്കേഷൻ ട്രിപ്പിനൊക്കെ വരുന്നൊരു മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യണം. ഇതിൻ്റെ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വയനാട് ട്രിപ്പ് കാര്യങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. കാശിക്കൊണ്ട് തന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡിസ്റ്റർബിങ് കാശിയാണ്, പക്ഷെ ആട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൊടുന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ബ്യൂട്ടിഫുൾ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.